നമസ്കാരം. കിഴക്കമ്പലത്ത് 2020 മേലധികാരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജനപ്രതിനിധിയുടെ വീഡിയോ വൈറലാകുന്നു. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലെ കൺസ്യൂമർ കാർഡുകൾ മേലധികാരിക്ക് തോന്നും പോലെ ചെയ്യുന്നത് കോർപ്പറേറ്റ് ഭരണത്തിന് തുല്യമാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. 2020 മേലധികാരിയുടെ ചില തീരുമാനങ്ങളും സ്വഭാവങ്ങളും ചില വാർഡ് ജനപ്രതിനിധികളും വോട്ടർമാരുടെ അടുക്കൽ എടുക്കുന്നതും പാർട്ടിയുടെ നയത്തിന് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, കോൺഗ്രസ് പാർട്ടിയില്ല, BJP ഇല്ല, 2020 ഇല്ല. പഞ്ചായത്തിൽ വരുന്ന ഓരോരുത്തർക്കും നീതി നടപ്പിലാക്കിയിരിക്കും, നീതി ലഭിച്ചിരിക്കും. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനകത്തും അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് അതിനുശേഷം വരുന്ന ചില നിലപാടുകളുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കാർഡുകൾ വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കാർഡുകൾ നിരോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ചു കൊള്ളണമെന്ന ഒരു ഏകാധിപത്യ നിലപാട് ഒരു കോർപ്പറേറ്റിനും കൊള്ളില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞു, നമ്മൾ നാട്ടിലെ ജനതയ്ക്ക് ഒരു സാധനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചാവരുത് കൊടുക്കരുത്. നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ മഹിമ പറയുന്നത് ഒരു സംവിധാനത്തിനും ഒരു നല്ല വ്യക്തിക്കും ചേർന്നതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് എന്താ, എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കേണ്ടതില്ല എന്ന് കമ്മിറ്റി അംഗങ്ങളോട് പറയുന്നു, ജനപ്രതിനിധികളോട് പറയുന്നു. അദ്ദേഹത്തിന് കൂട്ടു നിൽക്കാത്ത ജനപ്രതികളെല്ലാം ശിഖണ്ഡികളും അഴിമതിക്കാരുമാണെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനകത്ത് 2000 പേരെ വിളിച്ച് അതിന് മുന്നിൽ വെച്ച് ജനപ്രതികൾ ശിഖണ്ഡികൾ എന്ന് വിളിച്ചാൽ ആ ജനങ്ങൾ ആ മെമ്പർമാരെ എങ്ങനെ കാണുമെന്ന് അദ്ദേഹം നോക്കണ്ടേ. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനുശേഷം ഉദ്യോഗസ്ഥന്മാർ അവരുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സ്റ്റോപ്പ് മെമ്മോകളും ചില നിലപാടുകളും എടുത്തു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭീഷണി. ഇവിടെ ഞങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നോക്കുകുത്തികളാക്കിക്കൊണ്ട് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി. സെക്രട്ടറിയോട് പറഞ്ഞ എന്താ, എൻ്റെ ഭക്ഷണം കഴിച്ച്, എൻ്റെ ചായ കുടിച്ച്, എൻ്റെ വെള്ളം കുടിച്ച് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഈ പഞ്ചായത്തിനത് സുഗമമായി മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങൾക്ക് സെക്രട്ടറിയോട് ചോദിച്ചറിയാം. അന്ന് മുതൽ അവർ ഭക്ഷണം നിർത്തി, ചായ നിർത്തി, വെള്ളം കുടിക്കൽ നിർത്തി. എല്ലാവരും വീട്ടിൽ നിന്നും കുപ്പികളിൽ വെള്ളം കൊണ്ടുവരുന്നു, എല്ലാവരും വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരുന്നു, എല്ലാവരും ചായ പുറത്തുപോയി കഴിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ഉദ്യോഗ സംവിധാനങ്ങളാകെ മാറി. ന്യൂസ് ഡെസ്ക് ആലുവ.